ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണല്ലോ നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് ജോമെട്രിക് പ്രോഗ്രഷൻ എടുക്കാമല്ലേ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് എന്താ പറയുക, അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒന്ന് ജസ്റ്റ് റീക്യാപ്പ് പോലെ പറയാം. എ പി അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതിൽ അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? എ എൻ പ്ലസ് വൺ ഇസിക്വൽ ടു എ എൻ പ്ലസ് ടി അല്ല. അതുപോലെ സം nth ടേം, അതായത് എ പി വിത്ത് ദ ഫസ്റ്റ് ടേം ലെറ്റ് us say എ, the common difference d, and the total number of terms n. So n will go from, sorry, it's not 0, 1 to n minus 1. Okay, now an is then given by a plus n minus 1 into d. So this is nth term of ap. Okay. A, sorry, in the sum of n times is given by n by 2 into a plus a n. ഇത് രണ്ടും ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് ജി പി എന്താന്ന് പറയാം. ജി പി എന്താന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് സീക്വൻസസ്, ഈ ഒരു ഇങ്ങനത്തെ ഒരു നമ്പേഴ്സ് നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു പരിപാടിയിൽ നമ്മൾ സെറ്റ് എന്നല്ല, ഇതിലിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സീക്വൻസ് എന്ന് പറയും. Sequence can be infinite or it can be finite. Finite ആണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന കൗണ്ടബിൾ നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് കൗണ്ടബിൾ ആവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദർ ഇസ് എ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദാറ്റ് സെറ്റ്, then it's said to be infinite. And if there is a correspondence between a subset of natural numbers, എന്നിൻ്റെ ഒരു സബ്സെറ്റും ഒരു സെറ്റും തമ്മിൽ കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഇത് നമുക്കിപ്പോൾ ഇൻഫൈനൈറ്റ് സീക്വൻസും ആവാം, ഒരു ഫൈനൈറ്റ് സീക്വൻസും ആവാം. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഇൻഫൈനൈറ്റ് സീക്വൻസസിൻ്റെ സം ഉണ്ടാവുമല്ലോ, അത് ഫൈനൈറ്റ് ആവാനും സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ പറയില്ല 1 2 3, ഇതൊരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഓൾ ദ വേ അപ്പ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു ലിസ്റ്റ് ഇറ്റ് ഔട്ട് at all, because conceptually it is infinite. But even if this is infinite, if we add all of these things together, not this set, like we will get a number. For this, that's not going to be happening. That's not going to happen, because 1 plus 2 plus 3 all the way up to infinity is also going to infinity. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് അത് കൺവേർജ് ചെയ്യുന്നില്ല. സോ വി സേ ദാറ്റ് ദിസ് സീരീസ് ഈസ് ഡൈവേർജൻറ്റ് എന്ന് പറയാം. നേരെ മറിച്ച് ഒരു പർട്ടിക്കുലർ നമ്പർ, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സ്കെലാർ, ഒരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺവേർജൻറ്റ് എന്ന് പറയും. പക്ഷെ എങ്ങനെയാണ് ഈ ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സിൻ്റെ സമ്മ് ഒരു കോൺസ്റ്റൻ്റ് ആവുമ്പോൾ അതെങ്ങനെ നടക്കുക? കാരണം നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയില്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് അതൊക്കെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നമ്പറിലേക്ക് വരുന്നത്? അതെങ്ങനെ വരില്ല? അല്ലേ, അതൊരു ക്വസ്റ്റ്യനാണ്. കാരണം വേറൊരു സീക്വൻസ് നമ്മൾ എടുത്ത് നോക്കാം. 1/2, 1/4, 1/8. ഈ സീക്വൻസിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കിട്ടുന്ന ആൻസർ 2 ആണ്. അതെങ്ങനെയാണ്? All the way up to infinity we get the answer 2. But really how? Or why? Why does this converge to 2? നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 1 plus half എത്ര? 1.5 ആണ്. 1.5 plus 1/4 is something like 0.25 and 1.75 ആവും. ഇത് 3 ആഡ് ചെയ്യും, ഇത് 2 ആഡ് ചെയ്യുമ്പോൾ 1.5, ഇത് 3 ആഡ് ചെയ്യുമ്പോൾ 1.75, ഇത് 4 ആഡ് ചെയ്യുമ്പോൾ 1 സംതിങ് തന്നെയാണ് വരിക, 8 സംതിങ് വരും. പക്ഷെ പിന്നെ അടുത്തത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് തന്നെ നോക്കാമല്ലോ. 1.75 പ്ലസ് 1/8 എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.125. So 1.825 plus what?
1 by 16. 1 by 16 is 0.016 into 6, 0.06 something else. So 1 point. Now the second decimal, first decimal place is not going to change because 0 is being added. Now it is going to be still 1.8 something something something. I think 1 by 16 വരെയുള്ള സാധനം ആഡ് ചെയ്തിട്ട് പക്ഷേ ഇതിൽ ഒരു പ്രത്യേക സംഭവം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് നമ്പർ ദറ്റ് ഇസ് എ എൻ ആസ് എൻ ഇൻക്രീസസ് എ എൻ ഈസ് ഡിക്രീസ് എൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എ എൻ ഡിക്രീസ് ചെയ്യും ഫസ്റ്റ് ടൈം 1 ആണെങ്കിൽ സെക്കൻഡ് ടൈം ഹാഫ് ആണ് തേർഡ് ടൈം 1/4 ആണ് ആൻഡ് ഈച്ച് ടേം ഈസ് ഹാഫ് ഓഫ് ദി പ്രീവിയസ് ടേം വിച്ച് മീൻസ് എ എൻ പ്ലസ് 1 is equal to half into a n. We can write this as an into r is equal to an plus 1. Okay, now this is actually the definition of a GP, and this thing, that is series or sequences which are like this, which follows this condition. An into r is equal to an plus 1. Just like an plus 1 is equal to an plus 3, an plus 1 is equal to an into r for n from 1 to n minus 1. If this is satisfied, then we call that thing a GP. And if it is a GP, it is given, then this is also going to be satisfied for all the terms a. പക്ഷെ n ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എ എൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സം ഓഫ് n ടേംസ് നമ്മൾ എക്സ് ആക്കിയിട്ട് ഫിക്സ് ചെയ്തിട്ട് വിചാരിക്കും. അപ്പോൾ അടുത്തത് എട്ടാമത് ടേം എ എൻ പ്ലസ് 1. ആ സം ഓഫ് n പ്ലസ് എ എൻ പ്ലസ് 1 is what? Sum of n plus 1 terms. It's going to be some y. And y is going to be greater than x. But this an plus 1 is less than an plus 2. Because of this condition itself. So sum of n plus 1 minus sum of n is less than sum of n plus 1, like sum of n minus sum of an plus 2 is no, sorry, an plus 1 is greater than an plus 2. That is പോകെ ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ഹാവ് സം ഓഫ് n മൈനസ് സം ഓഫ് n മൈനസ് 1. അതായത് സം ഈസ് ഓൾസോ ലൈക്ക് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സം. അതായത് സം എസ് എൻ എന്ന് പറഞ്ഞതാണ് സം ഓഫ് n ടൈംസ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിക്രീസ് ഈസ് ലെസ് ദാൻ 0. ദാറ്റ് ഈസ് n കൂടുന്തോറും സം ഓഫ് എന്നിൻ്റെ ചേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് കുറച്ച് കൂടും. ഇവിടെ നോക്കിയാൽ ആദ്യം 1 ഉണ്ടായിരുന്നത് 1.5 ആയി, രണ്ടാമത്തെ ടേമിൽ 1.75 ആണ്, പിന്നെ 1.85 ആണ്. അതായത് കൂടുന്നത് കുറച്ചായിട്ട് കൂടും. റേറ്റ് ഓഫ് ചേഞ്ച് കുറയുന്നത് ഡെൽറ്റ എസ് എൻ ഈസ് ഡിക്രീസിങ് വിത്ത് n. അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ പൊതുവെ കൺവേർജ് ചെയ്യും. പൊതുവെ അല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ കൺവേർജ് ചെയ്യും. പക്ഷെ അത് എന്തുകൊണ്ടാണ് കൺവേർജ് ചെയ്യുന്നത്? കാരണം എന്തുകൊണ്ട് കൺവേർജ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. So let us say, so now we know that if it is a GP, that the first term a and nth term a, then we know that an plus 1 is equal to an into r. Okay. Now with this definition, what we can say is for n is equal to 1 all the way to n minus 1. So let us take a finite sequence. അപ്പോൾ നമ്മളൊരു ഫൈനൈറ്റ് സീക്വൻസ് എടുത്തുകൊണ്ടാകും അതുകൊണ്ടാണ് n എന്ന് പറയുന്ന ഒരു number of terms of the GP is n. If n is infinite, then it is an infinite sequence. The infinite sequence in the sum is a complicated thing because infinite terms is എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫൈനൈറ്റ് സീക്വൻസ് ആണ് എടുക്കുന്നത്. ഫൈനൈറ്റ് സീക്വൻസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നമുക്ക് ഇൻഫൈനൈറ്റ് സീക്വൻസ് എടുക്കണമെന്ന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഫൈനൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കുന്നത്. a എന്ന് പറയുന്നത് nth ടേം ഓഫ് GP a1 into r raised to n minus 1. This follows on this definition because let us say an is 1. An is equal to an minus 1 into r. Now an minus 1 is 1. An minus 2 into r into r.
Okay. Now we can go all the way up to how much? Um, we know that n goes from 1 to n minus 1. And so, okay, but we know that n minus 2, this should end up in what? A1. So, n minus x, if 2 end up in 1, x should be what? N plus 1. Oh, so, no, n minus 1. So, what we have is, what do we have here is, we have this all the way up to a minus x into r. Now here it's going to be a n minus 2 r square. Then it's going to be a n minus 3 r cube, and then n a n minus x r raised to x, which a n minus x is equal to 1. We can put it like this. So a1 r raised to n minus 1. So a n. So we get this definition. You see it? So we get this. Mm, because this should obey this thing. So that's why we put it like this. Okay, a1 into r raised to n minus 1. So this is the definition of the nth term of a GP, and the other term is sum of n terms of a GP. Now what is that? That is basically I is equal to 1 to n a I. Okay? That's what we call the sum of n terms of a GP. So what we have here is sum of I is equal to 1 to n a1 r raised to I minus 1. So a1 we can take out. A1 we can take out, and summation I is equal to 1 to n r raised to I minus 1. Now we need to do what? We need to solve this. Now how do you solve this? Okay, now we solve this by mathematical induction. So if you don't know about mathematical induction, we will be going to deal with this later. So this is the result that we obtain. I is equal to 1 to n r raised to I minus 1. It turned out to be what? R raised to 1 0 plus r raised to 1 plus r square all the way up to r raised to. Now here this n is total n terms here. Okay. N minus 1. Okay. Now ഇതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു സംഭവം എങ്ങനെയാണെന്ന് നമ്മൾ അരിത്മെറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യുന്നത്. വേറൊരു വഴി നമ്മുടെ ഇല്ല. ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു, എനിക്കിപ്പോൾ അറിയില്ല വേറെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ആഡ് ചെയ്യുമ്പോൾ we have a property. Let us for a statement. Statement നമുക്ക് എഴുതാം. Statement is this thing is equal to what? 1 minus r raised to n by 1 minus r. And then we are going to prove this. Because by mathematical induction, if this statement is a property of what? N. Property of n. This is a property of n. That is, as n changes, this will change. So from 0 to 1 to 2 all the way up to n. N is a natural number. So we have what? So our figure is what? 1 plus r raised to 1 plus r square all the way up to n minus 1. So whenever we are dealing with n, here is a natural number. We can use the thing called principle of mathematical induction. PN, principle of mathematical induction. അതിലെന്താ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വണ്ണിന് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഫോർ പി ഓഫ് 1, this is the statement. This statement is also called a property, and this property is driven by this n. This the variable n ആണ്, r അല്ല. r അല്ല ഇത് വേരിയബിൾ, r കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ n ആണ് വേരിയബിൾ. n വേരിയബിൾ ആക്കി വെക്കണം. If p of 1 is true and if p of k is true, if p of k is true implies p of k plus 1 is true, then p of n is true for all n belong to set of natural numbers. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിന് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്
നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വണ്ണിൽ ഒരു ട്രൂ ആണ് നമുക്ക്. വണ്ണിന് ട്രൂ ആണെങ്കിൽ എങ്ങനെയാണ്? ആർ റേസ് ടു വൺ, അതായത് വൺ പ്ലസ് ആർ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവുക. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? വൺ മൈനസ് ആർ ബൈ ആർ റേസ് ടു ഹിയർ ഇറ്റ് ഇസ് എൻ. ഓക്കെ ഓക്കെ ഓക്കെ. അതല്ല, നമ്മൾ ഇവിടുത്തെ എൻ മൈനസ് വൺ ആണല്ലോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. എൻ മൈനസ് വൺ ആണ് ഇവിടുത്തെ എന്ത്? Let us put n minus 1 is equal to some capital letter n. So here we have n, and here we have n plus 1. So this is the property of n. n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന്റെ പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കും. P of 1 is true എന്ന് പറയുന്നത് P of 1. 1 here is n. So here we have n plus 1, that is 2. That is 1 minus r square. Okay. So P of 1. n is equal to 1 now. Okay. അതായത് ഇതിന്റെ വേരിയബിൾ നാച്ചുറൽ നമ്പർ നമ്മൾ കൊടുക്കുന്നത് ഈ സാധനത്തിലാണ് എങ്ങനെയാണ്. അതായത് ഇതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ പി ഓഫ് വൺ എന്ന് ഉദ്ദേശിക്കുന്നത് വൺ പ്ലസ് ആർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിലപ്പോൾ അതേപോലെ എന്തായിരിക്കും? വൺ മൈനസ് ആർ റൈസ് ടു വൺ പ്ലസ് വൺ, ദാറ്റ്സ് ടു ബൈ വൺ മൈനസ് ആർ വിച്ച് ഇസ് ഈക്വൽ ടു വൺ പ്ലസ്. സോ ദാറ്റ് ഈസ് ട്രൂ ഫോർ പി ഓഫ് വൺ. ആൻഡ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് ആർ റൈസ് ടു വൺ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ഓൾ ദ വേ അപ്പ് ടു ആർ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു, ഇതാണ് എൽ എച്ച് എസ് വരിക, is equal to 1 minus r raised to k plus 1 by 1 minus r, and നമ്മൾ assume ചെയ്യും ഇത് RHS. അങ്ങനെയാണെങ്കിൽ if that leads to the other thing being true, നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ പി ഓഫ് എം ഇസ് ഈക്വൽ ടു കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ആർ റേസ് ടു വൺ ഓൾ ദ വേ അപ്പ് ടു ആർ റേസ് ടു കെ ഇസ് ഈക്വൽ ടു വൺ. ദാറ്റ് ഇസ് അസ്യൂം that it is equal to 1 minus r raised to k plus 1 by 1 അല്ലേ is 1 minus r. Okay. The assuming. Then we need to prove that 1 plus r raised to 1 all the way up to r raised to k plus 1 is equal to we need to prove that this is equal to 1 minus r raised to k plus 1 plus k plus 2 by 1 minus r. ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇത് ഓൾറെഡി അറിയാം. സോ ഇവിടെ ആർ റേസ് ടു കെ ഉണ്ട്, പ്ലസ് ആർ റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇവിടെ നമുക്ക് ആർ റേസ് ടു കെ പ്ലസ് 1 വെച്ചിട്ട് ആഡ് ചെയ്യും. അപ്പം നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. plus r raised to k plus 1 minus r raised to k plus 1 into r ഇതിന് വരുന്നത് by 1 minus r minus r raised to k plus 1 plus r raised to k plus 1 by r raised to k plus 1 into 1 is k plus 2, which is nothing but 1 minus r raised to k plus 2 by 1 minus r, which is exactly this. So starting from here we proved this. And we also know that P of m is equal to 1 is true. So P of m is equal to n. P of m is true for all m belonging to the set of natural numbers. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 1 പ്ലസ് ആർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ഇതൊരു നാച്ചുറൽ നമ്പർ ആണല്ലോ n എന്ന് പറയുന്നത്, ഈക്വൽ ടു 1 മൈനസ് ആർ റേസ് ടു n പ്ലസ് 1 ബൈ 1 മൈനസ് ആർ. ഇത് നമുക്ക് കിട്ടി. ഇതൊരു റിസൾട്ടാണ്. ഓക്കെ. അപ്പം നമുക്ക് എന്താ ജി പിയുടെ സം എഴുതാൻ പറ്റുക? ജി പിയുടെ സം ഇസ് സിംപ്ലി ജി പിയുടെ സം ഈസ് സം ഓഫ് ജി പി ഇസ് വാട്ട്? എ ഇൻറ്റു, because a was common out there, and with summation of I is equal to 1 to n a raised to ai, it would turn out to be a into 1 plus r summation, that is equal to what? A into 1 minus r raised to n by 1 minus r. So this is the formula for GP. Okay. Then we will see that if r is less than 1, and
is less than minus 1. Alright. Mm, that is if r is less than 1. R is less than 1. It's not. If r is less than 0 and 1, then we see that the GP is convergent, which means we have, that is, if r is less than 1, what we have is the GP is convergent for an infinite sequence, that is an infinite GP. That is, if we have an infinite GP is infinite, that is, it is an infinite sequence, which means it goes from 1 and a half all the way up to infinity, then even this thing has got a sum. Sum is defined. That is what we mean by convergent. Convergent means the sum is defined. That is, the series is convergent. The geometric progression is convergent, which means it is a sum of the series, and that sum is equal to 1 over 1 minus r into a. A is the first term of the GP. So this is a very interesting result that we can deal in the next class, where we could take a deep dive into what is convergence and what really is this convergence. Because how can infinitely many terms, കാരണം ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇത് n ടേംസിലുള്ള ഒരു ജി പി ആണ്. അതായത് n ടേംസിലുള്ള ഒരു ജി പി അല്ലെങ്കിൽ ഇത് ഇൻഫൈനൈറ്റ് സീക്വൻസ് ജി പി ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് n ടേംസ് സം ഓഫ് n ടേംസ് ഓഫ് ജി പി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ നമുക്ക് ഇതിൽ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പിക്കും ഫോർമുല ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് എ ബൈ 1 മൈനസ് ആർ. അതിങ്ങനെ വന്നു എന്നുള്ളത് ഇത് നമുക്ക് വരും, കാരണം ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് സാധനങ്ങൾ സം ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് വരും എന്നുള്ളത് ഒബ്വിയസ് ആണ്. പക്ഷെ ഇത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സാധനങ്ങൾ സം ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് വരുന്നുണ്ട്. അതെങ്ങനെ വരും? കാരണം നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ എങ്ങനെ നമുക്കറിയാം ഇതൊരു കറക്റ്റ് ഒരു റിസൾട്ടിലേക്ക് വന്നിട്ട് വീഴുന്നുള്ളത്? അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൺവർജൻസ് നമുക്ക് ഡീൽ ചെയ്യാം, നെക്സ്റ്റ് സെക്ഷനിൽ ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് പിന്നെ എടുത്തു തരും. ഓക്കെ ഓക്കെ, ബൈ.